ഹലോ, ഹോപ്പ് യു ഓൾ ആർ ഹംഗിറ്റോറി. അപ്പോൾ ഇന്ന് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് മനസ്സിലാവും. ഫിഷ് വെള്ളത്തിലല്ലാണ്ട് കരയിലാണെങ്കിൽ ഫിഷിൻ്റെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും? ഫിഷ് വല്ലാണ്ട് പഠിച്ച് ഫിഷിന് ആ ഒരു അവസ്ഥയായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല അല്ലേ? വളരെ ഫിഷ് ചത്തുപോകും. അപ്പം മനുഷ്യന്മാരും ചിലപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിൽ നമ്മളും അകപ്പെടാറുണ്ട്. ഇപ്പം നമ്മൾ സപ്പോസ് ഒരു ഫംഗ്ഷന് പോകുമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഫംഗ്ഷനിൽ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട്സിലായിരിക്കാം, അല്ലെങ്കിൽ വാട്ട് എവർ എന്ത് കാരണം കൊണ്ടാണെങ്കിലും നമ്മൾ ചിലപ്പോൾ അൺകംഫർട്ടബിൾ ആവുന്ന സ്റ്റേജിൽ നമ്മൾ തിരിച്ചു പോരാറുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങൾ പോകുന്നത്, എന്താണ് വന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, നമ്മൾക്കത് നമ്മൾ വളരെ അസ്വസ്ഥപ്പെടായിരുന്നു, നമുക്കത് ഒരു സുഖമില്ലായിരുന്നുകൊണ്ട് തിരിച്ചു പോകുന്നു എന്ന് പറയുക. അപ്പോൾ അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇഡിയമാണ് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ അൺകംഫർട്ടബിൾ. ഇപ്പോൾ നമുക്ക് പറയാം ഫംഗ്ഷൻ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഐ ഫെൽറ്റ് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ അറ്റ് ദ പാർട്ടി. ഓക്കെ, അപ്പോൾ അതാണ് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കൂടുതൽ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ഫോളോ മൈ പേജ് ആൻഡ് ലൈക്ക്, കമൻറ്റ്, ഷെയർ മൈ വീഡിയോസ്. അപ്പോൾ catch you later. Till then, bye bye.